ഡോക്ടറെ, കുഞ്ഞുങ്ങൾക്ക് സർജറി ചെയ്യണമെന്ന് പറയുമ്പോൾ പേരൻസ് എല്ലാവരും പേടിച്ചിട്ട് ചോദിക്കുന്ന കാര്യം കുഞ്ഞിനെ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യണോ, ലോക്കലിൽ ചെയ്തുകൂടെ? അപ്പോൾ ഈ അനസ്തീഷ്യ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ പേരൻസിന് എല്ലാവർക്കും പേടിയാണ്. കുഞ്ഞും അവൾക്ക് വരെ സർജറി ചെയ്യാറില്ലേ? അപ്പോൾ കുഞ്ഞു എത്ര പ്രായം തൊട്ടാണ് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുന്നത്? അനസ്തീഷ്യ കൊടുത്താൽ സേഫ് ആണോ? പ്രായമൊന്നുമില്ല. നമ്മളിപ്പോൾ ന്യൂ ബോൺ, അതായത് ഇന്നലെ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മൾ സേഫായിട്ട് അനസ്തീഷ്യ കൊടുക്കുന്നതാണ്. അത് പണ്ടത്തെ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്രൂഡായിട്ടുള്ള ടെക്നിക്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് റിഫൈൻഡ് ആയിട്ടുണ്ട് അനസ്തീഷ്യ ടെക്നിക്സ് റിഫൈൻഡ് ആയിട്ടുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസും റിഫൈൻഡ് ആയിട്ടുണ്ട്. പ്രൊസീജിയേഴ്സും റിഫൈൻഡ് ആയിട്ടുണ്ട്. സർജിക്കൽ പ്രൊസീജിയേഴ്സ് അപ്പോൾ റിഫൈൻഡ് ആയിട്ടുണ്ട്. കുട്ടികളുടെ തലച്ചോറിനെ ബാധിക്കും എന്നൊക്കെ പൊതുവെ ഒരു ധാരണയില്ലേ? അങ്ങനെ മരുന്ന് ഇപ്പോഴത്തെ അനസ്തീഷ്യ ഡ്രഗ്സ് ഒക്കെ വളരെ ഷോർട്ട് ആക്ടിങ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് മെറ്റബോളൈസ് ചെയ്ത് പോകുന്ന പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത സേഫ് ആയിട്ടുള്ള ഡ്രഗ്സാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലുള്ളത്, നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പം പണ്ടത്തെ പോലെ അല്ല, എല്ലാ ഡ്രഗ്സും ഇപ്പോൾ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രഗ്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെല്ലാം സ്റ്റഡീസ് പ്രൂവൺ ആണ്. അതെ, എല്ലാം FDA അപ്രൂവ്ഡ് ഡ്രഗ്സ് മാത്രമാണ് നമ്മൾ അനസ്തീഷ്യയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയത്. അപ്പോൾ ഈ അനസ്തീഷ്യ എന്ന് പറയുന്ന തലച്ചോറിനെ ബാധിക്കുകയൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരു സർജറി ചെയ്യുന്ന സമയത്ത് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിക്കുന്നു, പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ പേരൻസിൻ്റെയൊക്കെ ധാരണ അനസ്തീഷ്യ പിഴവ് കൊണ്ടാണ്, അത് മരുന്ന് മാറിയിട്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ നമ്മുടെ സമൂഹത്തിലില്ലേ? ഡോക്ടർ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഇതിൽ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ശരിയാണ്. തലച്ചോറിനെയാണ് ജനറൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ തലച്ചോറിനെ തന്നെയാണ് അത് നമ്മൾ മയക്കി കിടക്കുക എന്ന് പറയുന്നില്ലേ, അത് തലച്ചോറിന് തന്നെയാണ് നമ്മൾ ആ ഡ്രഗ്സ് കൊടുക്കുന്നത്, ആക്ട് ചെയ്യുന്നത് തലച്ചോറിന് തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഒരു റെസിഡുവൽ ഇഫക്ട്സും ഉണ്ടാവാറില്ല. ഗ്രോത്തിനെയോ ഡെവലപ്മെൻറ്റിനെയോ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു റെസിഡുവൽ ഇഫക്ട്സും ഇതുവരെ സ്റ്റഡീസ് അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പം ജനറലി സ്പീക്കിംഗ് അത് അനസ്തീഷ്യ എന്ന് പറയുന്നത് സേഫ് തന്നെയാണ്. പിന്നെ ആൾക്കാർ പറയുന്നത് പലർക്കും പല രീതിയിൽ പറയാം. അതിനെന്തെങ്കിലും വേറെന്തെങ്കിലും കാരണങ്ങൾ കാണും. ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന കുഞ്ഞിന് അപകട സാധ്യത കൂടുതൽ മറ്റ് അനസ്തീഷ്യ മാർഗങ്ങളെക്കാളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അല്ലാണ്ട് ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് അനസ്തീഷ്യ പ്രൊസീജിയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അഡൽസിനെ പോലെ അവർ വെറുതെ കിടക്കത്തില്ല. ന്യൂ ബോൺസ് ആണെങ്കിൽ പോലും നമ്മൾ അനസ്തീഷ്യ കൊടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ. അഡൽസിനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോക്കൽ റീജിയണൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അവർ ഉറങ്ങി കിടക്കും. പക്ഷേ കുഞ്ഞുങ്ങൾ അങ്ങനെ കിടക്കില്ല. അവരുടെ ബ്രീത്തിങ് നമ്മൾ കൺട്രോൾ ചെയ്യണം, അവരുടെ ഹാർട്ട് റേറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം. എല്ലാം നമ്മുടെ കൺട്രോളിലായിരിക്കും ആ അനസ്തീഷ്യ പ്രൊസീജിയർ സമയത്ത്. അപ്പോൾ പേരൻസിന് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ ഡോക്ടറോട് പറയുമ്പോൾ? ഇത് ചില തീർച്ചയായും പേരൻസിനോട് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും. കുഞ്ഞിന് എന്തെങ്കിലും ഇപ്പോൾ ന്യൂ ബോൺസിനാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അത് എല്ലാം ഉണ്ടെന്ന രീതിയിൽ നമ്മൾ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കുറച്ചും കൂടെ വലിയ 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ പേരൻസിൻ്റെ അടുത്ത് ചോദിക്കും, കുഞ്ഞിന് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടായിരുന്നോ, എന്തെങ്കിലും സ്ഥിരമായിട്ട് മെഡിസിൻസ് വല്ലതും എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തെങ്കിലും ആസ്മയുടെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ, മഞ്ഞപ്പിത്തത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടോ, നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഹിസ്റ്ററി വരെ ചോദിക്കും. ഇതുവരെയുള്ള കുത്തിവയ്പ്പെല്ലാം എടുത്തിട്ടുണ്ടോ കുഞ്ഞിന്. അപ്പോൾ ഈ ആസ്മയും ഫിറ്റ്സും ഒക്കെ വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സർജറി ആണെങ്കിൽ പോലും ചെയ്യുന്നതിന് അപകട സാധ്യത കൂടുതലുണ്ടോ? അതുപോലെ പേരൻസ് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡോക്ടറോട് എടുത്ത് പറയേണ്ട കാര്യങ്ങളുണ്ടോ? ഉണ്ട്. ആസ്മയും ഫിറ്റ്സും ആസ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ യൂഷ്വലി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നിട്ടായിരിക്കും ആസ്മ എല്ലാം ട്രിഗർ ചെയ്ത് വരുന്നത്. അങ്ങനത്തെ ഒരു അക്യൂട്ട് എപ്പിസോഡ് ഓഫ് ആസ്മ ഉള്ളപ്പോൾ നമ്മൾ ഇലക്ടീവ് സർജറി ഒന്നും നമ്മൾ ചെയ്യാറില്ല. എമർജൻസിയാണ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇലക്ടീവ് സർജറി നമ്മൾ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ എന്തെങ്കിലും ആസ്മയോ റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ വന്ന് 2 വീക്സ് നമ്മൾ വെയിറ്റ് ചെയ്യും. 2 വീക്സ് കഴിഞ്ഞ് റെസ്പിറേറ്ററി ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും റെസ്പിറേറ്ററി ട്രാക്റ്റിന്. ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ജനറൽ അനസ്തീഷ്യയ്ക്ക് ഇലക്ടീവ് പ്രൊസീജിയറിന് കുഞ്ഞുങ്ങളെ എടുക്കാറുള്ളൂ. ജന്നി വരണമെങ്കിൽ നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ജന്നി വന്നത് നമ്മൾ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കും. ചില ജന്നികളെന്ന് വെച്ചാൽ ഈ ഫെബ്രൈൽ ഫിറ്റ്സ് പോലത്തെ സാധനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് ഇപ്പോൾ എന്തെങ്കിലും സ്ട്രക്ചറൽ അനോമലിയോ അങ്ങനെ എന്തെങ്കിലും എൻസൈമാറ്റിക് ഡിസീസ് കൊണ്ടുള്ള ജന്നിയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അണ്ടർ കവർ ഓഫ് ആൻറ്റി എപ്പിലെപ്റ്റിക്സ് മാത്രമേ നമ്മൾ സർജറി. അതായത് ഡോക്ടർ പറയുന്നത് ആന്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ കുഞ്ഞ് അത് പൂർണ്ണമായി മാറിയ ശേഷം സർജറി ചെയ്യുക. അതുപോലെ ഫിറ്റ്സിന്റെ മരുന്നാണെങ്കിൽ കഴിക്കുന്ന കൺട്രോൾ ആയിട്ടിരിക്കുന്ന പേഷ്യൻസിന് നമുക്ക് സർജറിക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ അലർജി ആണെന്ന്, ഇന്ന മരുന്ന് അലർജി ഉണ്ടെന്ന് അറിയാതെ ഒരു കുഞ്ഞ് തിയേറ്ററിൽ വരുമ്പം അത് അലർജി വരുന്ന സാധ്യതകളൊക്കെ ഡോക്ടർ കാണാറില്ലേ? അപ്പം അങ്ങനെയുള്ള കേസസുകൾ ഉണ്ടാവാറുണ്ടോ? പെട്ടെന്നൊരു മരുന്നിന് അലർജി വരുന്നു, അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതകളെ പറ്റി എന്താണ് പറയാനുള്ളത്? അലർജി എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പം നമ്മൾ ഇന്ന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന് പോലും ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ അലർജി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് മെഡിസിൻ ആയാലും പിള്ളേർക്കെല്ലാം അഡൽസിനായാലും കൊടുക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഇൻട്രാവീനസ് IV കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുത്ത് നോക്കും. ടെസ്റ്റ് ഡോസ് കൊടുത്ത് അതിന് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫുൾ ഡോസ് കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സേഫ്റ്റി സ്റ്റെപ്പ് നമ്മൾ എടുക്കാറുണ്ട് യൂഷ്വലി.
അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ പേരൻസ് പലപ്പോഴും ഇപ്പൊ ചോദിക്കുന്ന കാര്യം ഭക്ഷണം കഴിക്കാതെ വേണം തിയേറ്ററിൽ ചെല്ലാനെന്ന് പറയും. പക്ഷെ കുഞ്ഞുങ്ങളല്ലേ ഡോക്ടർ, അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. ബാക്കി എല്ലാവരും എല്ലാ അസുഖത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കുന്ന ഒരേ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള അനസ്തീഷ്യക്കാരാണ്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഒരേ ഒരു ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നമ്മളത് കഴിച്ചോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്കും കൂടെ പേഷ്യൻസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കാണെങ്കിലും അഡൽസിനാണെങ്കിലും നമ്മൾ സോളിഡ് ഫുഡ്സ്, അതായത് പാല് ഒരു സോളിഡ് ഫുഡാണ് കണക്കാക്കുന്നത്. ബാക്കി എല്ലാ ഫുഡും അതുപോലെ തന്നെ. വെള്ളത്തിന് നമ്മളൊരു 2 hours ടൈം, സർജറിക്ക് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് വരെ വെള്ളം കുടിക്കുക എന്നുള്ളത് കണ്ടീഷനുണ്ട്. അല്ലാതെ സോളിഡ് ഫുഡ്സ് ആണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഏജ് 4 to 6 hours ഫാസ്റ്റിംഗ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ഫോർ അവർ സേഫ്റ്റി. കാരണം ജനറൽ അനസ്തീഷ്യ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അബോധാവസ്ഥയിൽ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ തൊട്ടുള്ള ആസ്പിറേഷനിൽ ചാൻസ് കൂടുതലാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ NPO സ്റ്റാറ്റസ്. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒഴിവാക്കണം എന്നാണ് ഡോക്ടർ. മുലപ്പാലാണെങ്കിൽ പോലും അത് ഇറ്റ് ഈസ് കൺസിഡേർഡ് എ സോളിഡ് ഫുഡ്. കാരണം വയറിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതൊരു സോളിഡിഫൈ ചെയ്യും പാല്. അപ്പോൾ അതിന് നമ്മൾ കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ചിട്ട്. ഡോക്ടർ, ഈ അലർജി ഉള്ള കുട്ടികൾക്ക് സർജറി ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ്. പലരും പേരൻസിന് പേടിയാണ്, കുഞ്ഞിന് അലർജി ഉണ്ട് അപ്പോൾ സർജറി ചെയ്താൽ റിസ്ക് കൂടുതലാണെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം പ്രത്യേകിച്ചും എന്തെങ്കിലും അപകട സാധ്യതയൊക്കെ ഡോക്ടർക്ക് എപ്പോഴെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്. അലർജി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ആസ്മയായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് അങ്ങനത്തെ ഇതായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ്, ഒരുമിച്ച് വരുന്ന സാധനങ്ങളാണ്. കുട്ടികളിൽ പ്രത്യേകിച്ച് നമുക്ക് എയർവേ എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്, തിന്നാണ്. അഡൽസിനെ പോലെയല്ല. പെട്ടെന്ന് അവർക്ക് റിയാക്ഷൻ വരാനും അത് റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചില പാരൻസ് നമ്മൾ സർജറി നടന്നു പോട്ടെ എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കും. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഓർത്തോപെഡിക് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൈയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ നമ്മൾ മയക്കം കൊടുക്കേണ്ടി വന്നു. കൊടുത്തു കഴിഞ്ഞിട്ട് അനസ്തീഷ്യ കഴിഞ്ഞ് ഉണരുന്ന സമയത്ത് കുഞ്ഞിന് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി ഭയങ്കര വലുതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് അനസ്തീഷ്യയിൽ നിന്ന് ഔട്ടായി വരുന്ന സമയത്ത് കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും ഒരുപാട് സമയമെടുത്ത് നമുക്ക് അതിൽ നിന്ന് അനസ്തീഷ്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനും. കാരണം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ അഡിനോയിഡ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്, എയർവേ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട് അഡിനോയിഡുള്ള കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഈ കുഞ്ഞിന് അതേ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ കുഞ്ഞ് പൂർണ്ണമായിട്ടും അനസ്തീഷ്യയിൽ നിന്ന് വിട്ട് വരുന്നവരെ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും നമുക്ക് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ പേരൻസ് ശരിക്കും പറഞ്ഞാൽ ഓരോ സർജറിക്ക് മുന്നേയും കൃത്യമായ വിവരങ്ങൾ പറഞ്ഞില്ല എങ്കിൽ അപകട സാധ്യത തീർച്ചയായും. അത് കുഞ്ഞിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. പലരും വിചാരിക്കും നമ്മൾ അനസ്തീഷ്യ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് കേസ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു എമർജൻസിയിൽ ഒരു രോഗി വരുമ്പോൾ, ഇപ്പോൾ എമർജൻസി ആയിട്ട് കുഞ്ഞിന് ഇപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആശുപത്രി വരുമ്പോൾ ഇപ്പോൾ അഡിനോയിഡ് ഉണ്ട്, അല്ലെങ്കിൽ അലർജിക് ഇഷ്യൂസ് ഉണ്ട്, ആസ്മയുണ്ട് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളില്ലേ. അപ്പോൾ അവരുടെ പേരൻസിന് അത് കൃത്യമായി ഡോക്ടറോട് കൺവേ ചെയ്യുമ്പോൾ അതിന് എന്ത് സഹായമാണ് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുക? അത് എന്ത് എമർജൻസി സർജറി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ലൈഫ് സേവിങ് അല്ലെങ്കിൽ ലിം സേവിങ് സർജറീസ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഹിസ്റ്ററി ചോദിക്കും. തീർച്ചയായും അത് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് എങ്ങനത്തെ അനസ്തീഷ്യയാണ് കുഞ്ഞിന് ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നത്, എന്ത് മെഡിസിൻ കൊടുക്കാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ എമർജൻസി സർജറിയിൽ ഇങ്ങനെ എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ഹിസ്റ്ററിയോ ഉള്ള പേഷ്യൻറ്റിന് ഒരിക്കലും നമ്മൾ സർജറി അത് കാരണം മാറ്റി വയ്ക്കാറില്ല. കാരണം എമർജൻസി പ്രൊസീജിയറാണ്, നമ്മൾ എന്തായാലും അനസ്തീഷ്യ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ സേഫായിട്ട് അനസ്തീഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി ചോദിക്കുന്നത്. ഇത് ന്യൂ ബോൺസ് കൈക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ഇതെല്ലാം എല്ലാവർക്കും ബാധകമാണ്. കൈക്കുഞ്ഞുങ്ങൾക്ക് പോലും എമർജൻസി സർജറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അനസ്തെറ്റിസ്റ്റിനോടും സർജനോടും ഒരേപോലെ തന്നെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയണം എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ പലരും ധരിക്കുന്ന അനസ്തീഷ്യ കാരണം കൊടുക്കണ്ട, കുഞ്ഞിന്റെ തലച്ചോറിനെ ബാധിക്കും, അപ്പൊ സേഫ് അല്ല എന്ന് കരുതി പല സർജറികളും മാറ്റിവെക്കാറില്ലേ? പല പേരൻസും അത് ധരിക്കുന്നത് അപകടമാണെന്നല്ലേ. അപ്പൊ ഡോക്ടർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പേടിക്കണ്ട, ശരിക്കും പറഞ്ഞാൽ സേഫാണ്, പക്ഷെ നമ്മൾ ഡോക്ടറോട് പറയേണ്ട വിവരങ്ങളെല്ലാം പറയുന്നല്ലോ, ഭയം വേണ്ട, കരുതൽ മാത്രം മതി, ജാഗ്രത മതിയല്ലേ ഡോക്ടർ?